മാപ്സ്റ്റിക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സോറി എന്ന മൂവിയിലെ നമ്മുടെ പ്രൊഡ്യൂസറും ഡയറക്ടറുമാണ് മുന്നിൽ ഇരിക്കുന്നത്, അക്ഷയാണ്. അപ്പം ആരോമിലാണെങ്കിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. അവിടെ നിന്ന് ഒരു നായകനിലേക്ക് എത്തിയ ഒരു ജേർണി ഒന്ന് പ്രേക്ഷകരോടൊന്ന് പറയും. ഞാൻ ആക്ച്വലി തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയത്. പിന്നെ വോഡാഫോൺ കോമഡി സ്റ്റാർസിൽ കുറച്ച് നാള് ഒരു 6-7 സ്കിറ്റോളം ഡയലോഗോട് കൂടി ചെയ്തിട്ടുണ്ട്. മൊത്തം ഒരു 10-15 സ്കിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് 9th പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്നത്. ബൈസൈക്കിൾ തീവ്സ് എന്ന് പറഞ്ഞ ഫിലിമിലാണ്. ഒരു ചെറിയ വേഷമായിരുന്നു, ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നതാണ്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ കുറെ ഓഡിഷൻസ് പോകാൻ തുടങ്ങി. ഓഡിഷൻസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാത്തിനും ഒന്നും കിട്ടിയിട്ടില്ല. ആ ഒരു ഓഡിഷൻസിന്റെ ആ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, അത് ഒരു വലിയൊരു കാര്യമാണ്. ആ സ്റ്റോറി ഓർക്കുന്നുണ്ടോ? ഒരുപാട് സ്റ്റോറികളുണ്ട്. ഓഡിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് നമുക്ക് വേണ്ടത്ര കോണ്ടാക്ട്സ് ഒന്നുമില്ല. നമുക്ക് സിനിമയിലേക്ക് എത്താൻ അങ്ങനെ ഒരു ബാക്കപ്പ് ഒന്നുമില്ല. നമ്മൾ നേരെ അങ്ങോട്ട് കയറിച്ചില്ല എന്നുള്ളതായിരുന്നു. അപ്പൊ ഓഡിഷൻ എപ്പോഴും അന്ന് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കുറെ ഓഡിഷൻസിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് ഡയലോഗോട് കൂടി ഒരു വേഷം കിട്ടുന്ന ഒരു സിനിമാക്കാരൻ എന്ന് പറഞ്ഞൊരു ലിയോ സദേവ് സാറിന്റെ പടത്തിലാണ് ഒരു ഡയലോഗോട് കൂടി ഒരു വേഷം കിട്ടുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് തന്നെ ലോനപ്പന്ന മാമോസ എന്ന് പറഞ്ഞ പടത്തില് അതും ഓഡിഷൻ ആയിരുന്നു. പിന്നെ ഇപ്പൊ RDX വരെ എത്തി നിൽക്കുന്നു. RDX എനിക്ക് തോന്നുന്നു ശ്രദ്ധിക്കപ്പെട്ട ഒരു വേഷമായിരുന്നു. അതെ അതെ അതെ. അപ്പൊ RDXലെ ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? അവരോടെയൊക്കെ ഇത്രയും ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് മൂവി ആയിരുന്നല്ലോ, അതെങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ആക്ച്വലി RDX അല്ല, ഈ ടീമിന്റെ കൂടെ ഇതിനു മുമ്പ് ഷോർട്ട് ഫിലിംസ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഡയറക്ടർ നഹാസ് ഹിദായത്തിന്റെ ആദ്യത്തെ ഒരു സിനിമയാണ് അത്. അതിലായിരുന്നു ഞാൻ ആക്ച്വലി അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യേണ്ടത്. അത് സംഭവം നടന്നില്ല. പിന്നെ അദ്ദേഹം ഷോർട്ട് ഫിലിംസ് ചെയ്തു. അപ്പൊ ഞാൻ അവരുടെ ക്രൂവിൽ കയറി പറ്റി. അപ്പൊ എന്റെ ഒരു ലക്കായിട്ട് ഞാൻ കാണുന്നു. ആ സമയം ഞാൻ അവരുടെ ഒരു ക്രൂവിൽ കയറി അവരുടെ ഇപ്പൊ RDXന്റെ അസോസിയേറ്റ് സൂരജേട്ടൻ ചെയ്തൊരു ഷോർട്ട് ഫിലിം ഉണ്ട്, ഒപ്പീസ് എല്ലാം വരട്ടെ എന്ന് പറഞ്ഞു. അതിലൊരു വേഷം ഞാൻ ചെയ്തു. അത് നഹാസൊക്കെ കണ്ടു. അങ്ങനെ നഹാസൊക്കെ പെട്ടെന്ന് തന്നെ നിനക്ക് അടുത്തൊരു പരിപാടിയിൽ എന്തെങ്കിലും തരാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആക്ച്വലി RDXലേക്ക് എത്തിയത്. അപ്പൊ പെട്ടെന്നുള്ള പരിപാടിയായിരുന്നു. ഒരു പ്രൊഡ്യൂസർ മാത്രമല്ല, ഒരു നായകനാണല്ലേ സോറി മൂവിയിലെ. അപ്പൊ ഡയറക്ടറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ആളുടെ ഒരു വളർച്ച നോക്കി കാണുമല്ലോ, എങ്ങനെയാണ് അതിനെ കാൽക്കുലേറ്റ് ചെയ്യണത്? ഞങ്ങൾ ആക്ച്വലി മീറ്റ് ചെയ്ത് 2016 16 ഒരു എൻഡോട് കൂടിയാണ്. എൻ്റെ ഒരു ഷോർട്ട് ഫിലിമിന് ഡബ് ചെയ്യാൻ വേണ്ടി, ആ ഷോർട്ട് ഫിലിമിന് ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഡബിങ് ആർട്ടിസ്റ്റിന് ആവശ്യം ഉണ്ടായിട്ട് ഞാൻ അത് സെർച്ച് ചെയ്ത് പോയപ്പോൾ എത്തിപ്പെട്ടാണ് ആരോമലിലേക്ക്. അതിനു മുന്നേ ഞങ്ങൾക്ക് പരിചയമില്ലായിരുന്നു. സോ ആദ്യമായിട്ട് ഞങ്ങൾ ഈ ഡബിങ് സ്റ്റുഡിയോയിൽ വെച്ചാണ് കൂടുതൽ പരിചയപ്പെടുന്നത്. അന്ന് തൊട്ട് എൻ്റെ എല്ലാ വർക്കിലും ആരോമലുണ്ട്. സോ അന്ന് തൊട്ടുള്ള ഒരു വളർച്ച ഭയങ്കര മാജിക്കൽ എന്ന് പറയാൻ പറ്റുന്നതിലും കൂടുതൽ ഒരുപാട് പ്രയത്നങ്ങളുണ്ട് അതിന്റെ പുറകില് ആരോമലിന്റെ. അപ്പം ആരോമൽ എന്ത് സെലക്ഷൻ കിട്ടിയാലും അല്ലെങ്കിൽ ഏത് ഒഡീഷന് പോകുന്നതിന് മുൻപും എന്നെ വിളിക്കും, എന്നോട് കാര്യങ്ങളൊക്കെ പറയും. സോ ഈച്ച് ആൻഡ് എവറി പോയിന്റ്, ജേർണിയുടെ എല്ലാ പോയിന്റും എനിക്ക് അറിയാം. സോ ഇപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന്, ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഞങ്ങൾ ഒരു 60ഓളം പേരുണ്ട് ബാക്കി പുറത്ത്. ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഫിലിം ചെയ്തു. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഏറ്റവും നല്ല പെർഫോമർ ആരോമൽ തന്നെയാണ്. സോ എനിക്കതിൽ ലീഡിന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് വേറെ എങ്ങും പോകേണ്ടി വന്നിട്ടില്ല. ആരോമലിൽ ഉണ്ടായിരുന്നു അതെല്ലാം. കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് ടഫ് ആയിട്ടുള്ള കാര്യമാണ്. കാസ്റ്റ് ചെയ്യാൻ ആരൊക്കെ വേണം എന്നുള്ളൊരു കാര്യം പെട്ടെന്ന് നമുക്ക് പിടികിട്ടില്ല. അപ്പൊ അങ്ങനെ കാസ്റ്റിംഗ് സമയത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുണ്ടായിരുന്നോ? അതെ, ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ളവരാരും പ്രോമിനന്റ് ആയിട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ ഉള്ളവരല്ല. അതുകൊണ്ടാണ് ഇത് ന്യൂ ഫേസസ്, ന്യൂ കമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ എല്ലാവരും ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുള്ള ബാക്കി എല്ലാവരും എനിക്ക് അറിയാവുന്നവരാണ്. സോ അവരുടെ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നറിഞ്ഞ് തന്നെയാണ് ചൂസ് ചെയ്തേക്കുന്നത്. അപ്പം കാസ്റ്റിംഗിൽ തന്നെ ആരോമൽ ഹെൽപ്പ് ചെയ്തായിരുന്നു. ഞങ്ങൾ ടീം മൊത്തം ഉണ്ടായിരുന്നു കാസ്റ്റിംഗിൽ, ഞാൻ മാത്രമല്ലായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനെ സ്കെച്ച് ചെയ്യുമ്പോൾ ആ ക്യാരക്ടേഴ്സിലേക്ക് ആരെ പ്ലേസ് ചെയ്യണം, ഏത് ആർട്ടിസ്റ്റിനെ ഞങ്ങളുടെ കൂടെയുള്ള ആരെ പ്ലേസ് ചെയ്യണം എന്നൊക്കെ ചിന്തിച്ച് ലൈക്ക് അതൊരുപാട് ഒരു ഭയങ്കരമായ ഒരു ഡിഫിക്കൽട്ട് ജേർണി അല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങളുടെ ചുറ്റുമുള്ള ആളുകളായിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അറിയായിരുന്നു ആര് ഇത് ചെയ്യണം എന്നുള്ളൊരു ബേസിക് പ്ലാൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ കാസ്റ്റ് ചെയ്യാൻ ഒരുപാട് വലഞ്ഞിട്ടില്ല.